ഏവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഏവരും സുഖമായിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ട്രാവൽ വിത്ത് സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ശോശാമ്മ എന്ന് പറഞ്ഞൊരു അമ്മയെക്കുറിച്ചിട്ടാണ്. ശോശാമ്മച്ചി എന്ന് നമുക്ക് വിളിക്കാം. ശോശാമ്മച്ചിയുടെ സ്ഥലം പത്തനാപുരമാണ്. ഭർത്താവിൻ്റെ പേര് ഗീവർഗീസ് എന്നാണ്. ഗീവർഗീസ് അച്ചായൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയി. മരണപ്പെട്ട് കുറച്ച് നാളുകൾ എന്ന് വെച്ചാൽ ഒരു 9 വർഷത്തോളം ആകുന്നു മരിച്ചിട്ട്. ശോശാമ്മയ്ക്ക് മക്കൾ 5 പേരാണ്. മൂത്ത മകൻ്റെ പേര് ജോയി എന്നും ഇളയ മകൻ്റെ പേര് ഷാജി എന്നുമാണ്. പിന്നെ ഇടയ്ക്കുള്ളത് 3 പെൺമക്കളാണ്. ഈ പത്തനാപുരത്ത് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പിടവൂർ മുതലങ്ങ് സത്യമുക്ക് വരെ ആ ഭാഗത്തൊക്കെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വീടുകളിൽ ധാരാളം അമേരിക്കക്കാരുള്ള സ്ഥലമാണ് ഈ പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലം. ഒത്തിരി പേര് അമേരിക്കയിൽ താമസിക്കുന്ന ആളുകളുണ്ട് അവിടെ. അപ്പോൾ ഈ പത്തനാപുരത്ത് ധാരാളം ഒത്തിരി വീടുകളുണ്ട്, വലിയ വലിയ വീടുകളുണ്ട്. നെടുവീർപ്പുകളും ഏകാന്തതയും ഒറ്റപ്പെടലും ഒക്കെ ആയിട്ട് നൊമ്പരങ്ങളുമായി കഴിയുന്ന ഒത്തിരി വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളാണ് ഈ വലിയ വലിയ വീടുകളിലുള്ളത്. ചില വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. അത്രമാത്രം വലിയ വീടുകളൊക്കെ ഇങ്ങനെ പണിതിട്ടിരിക്കുകയാണ്. ചിലയിടത്തൊന്നും ആരും തന്നെ ഇല്ല. ആരുമില്ലാതെ വെറുതെ ഗേറ്റൊക്കെ പൂട്ടിയിട്ട് എല്ലാവരും അമേരിക്കയിലാണ്. ചില കുടുംബത്തിലുള്ള 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളും അമേരിക്കയിലാണ്. ചില കുടുംബത്തിലുള്ളത് 6 മക്കളോ 2 മക്കളോ ഉണ്ടെങ്കിൽ അവരെല്ലാവരും അമേരിക്കയിലാണ്, അല്ലെങ്കിൽ വിദേശത്താണ് മിക്കവാറുമുള്ള ആളുകളൊക്കെ. അത് ഈ പത്തനാപുരത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല. നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ധാരാളം ഈ ഒറ്റപ്പെട്ട വീടുകൾ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും. വെറുതെ ഇട്ടിരിക്കുന്ന വീടുകൾ. അല്ലെങ്കിൽ ആ വീടുകളിൽ ആരുള്ളത്? ഒരു പട്ടി ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു വൃദ്ധനായ അല്ലെങ്കിൽ വൃദ്ധയായ ഒരു മാതാവോ പിതാവോ ഒരു വേലക്കാരോ അങ്ങനെയുള്ള ആളുകളായിരിക്കാം മിക്കവാറും ഈ വീടുകളിലൊക്കെ കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഈ ശോശാമ്മയുടെ അമ്മച്ചിയുടെ വീട്ടിലും സ്ഥിതി മറിച്ചല്ല. ശോശാമ്മച്ചിയുടെ വീട്ടിലും ശോശാമ്മച്ചി മാത്രമാണ് താമസിക്കുന്നത്. പിന്നെ ഒരു അത്യാവശ്യം പണി ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു ജോലിക്കാരി വരും. ജോലിക്കാരി സ്ഥിരതാമസമല്ല, വൈകുന്നേരം വന്നിട്ട് അങ്ങ് രാവിലെ വന്നിട്ട് വൈകുന്നേരം പോവുകയാണ് ചെയ്യുന്നത്. ചില അമ്മമാർക്കൊരു പ്രത്യേകതയുണ്ട്. ആ അമ്മമാർക്ക് ചിലപ്പോൾ മൂത്ത മക്കളെ ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ഇളയ മക്കളെ ആയിരിക്കും ഇഷ്ടം. പൊതുവേ അമ്മമാർ അങ്ങനെയുള്ള ഒരു ട്രെൻഡ് കാണിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒന്നെങ്കിൽ മൂത്ത മകനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇളയ മകനെ, വാട്ടവർ ഇറ്റ്സ്, മൂത്തതിനെയും ഇളയതിനെയൊക്കെ ആയിരിക്കും ഇഷ്ടം. അല്ലെങ്കിൽ പെൺമക്കൾ മാത്രമാണെന്നുണ്ടെങ്കിൽ പെൺപിള്ളേരെയൊക്കെ കൂടുതൽ ഒരാണുണ്ടെന്നുണ്ടെങ്കിൽ ആൺകൊച്ചിനെ, ചെറുക്കനെ ആയിരിക്കും കൂടുതലായിട്ട് ഈ അമ്മമാർക്ക് കൂടുതലായിട്ട് ഇഷ്ടം തോന്നുകയും ഈ ആണിനോടായിരിക്കും. ഇവിടെ സ്ഥിതി വ്യത്യസ്തമല്ല. ഇവിടുത്തെ സ്ഥിതി, ശോശാമ്മച്ചിയുടെ മൂത്ത മകൻ്റെ പേര് ഞാൻ പറഞ്ഞു ജോയി എന്നാണ്. അദ്ദേഹം വിവാഹിതനാണ്. അദ്ദേഹത്തിന് 3 കുട്ടികളുണ്ട്, 3 പെൺകുട്ടികളാണ്. ഏറ്റവും ഇളയ മകൻ്റെ പേര് ഷാജി എന്നാണ്. ഇളയ മകനെയാണ് ഏറ്റവും കൂടുതൽ കാര്യം. പിന്നെ അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. പെൺമക്കളെ ഒന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ നമ്മുടെ ഈ പത്തനാപുരം സൈഡിൽ അവിടെയൊക്കെ കൊല്ലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോവുക അല്ലെങ്കിൽ അമേരിക്കയിൽ പോവുക എന്ന് പറഞ്ഞ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവരോടാണ് കൂടുതലായിട്ട് സ്നേഹവും പ്രതിപത്തിയും, അല്ലാതെ അവരോടാണ് കൂടുതൽ വാത്സല്യമൊക്കെ ഉള്ളത്. മകനെ അമേരിക്കയിലാണ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രൗഢാണ്, അല്ലെങ്കിൽ ഒരു പ്രൗഢിയാണ് അവർക്കൊക്കെ. മറ്റുള്ള നാട്ടിൽ കഴിയുന്ന മക്കളെക്കുറിച്ച് വലിയ മതിപ്പൊന്നുമില്ല, അവരിവിടെ ഉണ്ട്. പക്ഷേ ഇളയമോനുണ്ടല്ലോ നമ്മുടെ ഷാജി കുഞ്ഞ്, അവൻ അമേരിക്കയിലാണ്. അവൻ്റെ പെമ്പറത്തി ഭാര്യ അമേരിക്കയിലാണ്. മക്കളൊക്കെ അവരെ സ്ഥിരമായിട്ട് താമസിക്കണം. അവർക്കവിടെ വലിയ ജോലിയാണ്. ആ ഒരു മനോഭാവമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞു, ഈ ശോശാമ്മച്ചിയുടെ ജീവിതം തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. മക്കളൊക്കെ ഈ ജോയിയുടെ ഒക്കെ മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ, ആ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ട് വീട്ടിൽ വന്ന് വലിയൊരു കൺസിഡറേഷൻ ഒന്നുമില്ല. പെൺമക്കളുടെ ഒന്നും പേര് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല. അതേസമയം ഷാജി 2 വർഷത്തിലൊരിക്കലും 1.5 വർഷത്തിലൊക്കെ ഒരിക്കൽ അമേരിക്കയിൽ തൻ്റെ 2 കുട്ടികളാണ് ഷാജിക്കുള്ളത്. അവിടുന്ന് വന്നു കഴിഞ്ഞാൽ മക്കളെ നിലത്ത് വെക്കാതെ താലോലിച്ചുകൊണ്ട് നടക്കുകയാണ്. അവർക്ക് ഊട്ടുന്നു, എടുക്കുന്നു. അവരുടെ കാര്യം പറയുമ്പോൾ ശോശാമ്മച്ചിക്ക് 100 നാവാണ്. അതേസമയം പെൺമക്കളും മൂത്ത മോനെക്കുറിച്ചൊന്നും പറയുമ്പോഴേക്കും വലിയ ഒരു സംഗതികളും ഒന്നും തന്നെ ഇല്ലെന്ന് പറയും. അവരൊക്കെ സാധാരണ ആൾക്കാരാണ്. അവർക്കൊന്നും വലിയ പത്രോസൊന്നുമില്ല. സാധാരണ ജോലി ചെയ്ത് കൃഷിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് നാട്ടിൽ കഴിയുന്ന ആളുകളാണ്. വലിയ പണക്കാരുമല്ല. പക്ഷേ ഷാജി അങ്ങനെയല്ല. ഷാജി അത്യാവശ്യം നല്ല ജോലിയുള്ള ആളാണ്. എന്തെങ്കിലുമൊക്കെ സഹോദരങ്ങളെ സഹായിക്കുകയില്ലേ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹോദരങ്ങളെ സഹായിക്കും. ഈ ശോശാമ്മച്ചിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള 1 ഏക്കർ 1.5 ഏക്കർ സ്ഥലം അവരുടെ പേരിൽ സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഇളയ മകൻ ആ സ്ഥലത്ത് വലിയ വീട്, പഴയ വീടൊക്കെ പൊളിച്ചിട്ട് വലിയ വീടാണ്. ഇളയ മകൻ ഷാജിയാണ്. അവിടെ വലിയ 2 നില ഇരുനില കെട്ടിടം, ധാരാളം മുറികളൊക്കെ ഇരുനില കെട്ടിടവും ചുറ്റുമതിലൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ചതുകൊണ്ട് അമ്മച്ചിക്ക് എപ്പോഴും താല്പര്യം തൻ്റെ ആ മകനോട് തന്നെയാണ്. മറ്റുള്ളവരൊക്കെ വീട്ടിലേക്ക് വരുന്നത് തന്നെ അമ്മച്ചിക്ക് വലിയ കാര്യമൊന്നുമല്ല. അമ്മച്ചിയുടെ പേരിലാണ് ഉള്ള സ്വത്തൊക്കെ ഉള്ളത്. മറ്റുള്ളവർക്കൊക്കെ പെമ്പക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കെട്ടിച്ചു വിട്ടു. മൂത്ത മകൻ ജോയിക്ക് 15 സെൻറ്റ് സ്ഥലം അപ്പൻ്റെ പേരിലുണ്ടായിരുന്ന അതും കൊടുത്ത് അവരെയും വേറെയായി. അപ്പോൾ ഈ
1.5 ഏക്കർ സ്ഥലവും വീടും ശോശാമ്മച്ചിയുടെ പേരിലാണ്. ശോശാമ്മച്ചി അവിടെ ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാതെ നന്നായിട്ട് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോവുകയാണ്. അപ്പോൾ ഷാജിയും ഭാര്യയും ഇടയ്ക്കൊക്കെ ഇങ്ങനെ അമേരിക്കയിൽ നിന്ന് സ്റ്റേറ്റ്സിൽ നിന്ന് വരും, വലിയ കാറൊക്കെ ഉണ്ട്, അമ്മച്ചിയുമായിട്ട് അവിടെ ഇവിടെ എല്ലാം പോകും. മറ്റുള്ള ബന്ധുവീടുകളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ വലിയ ഉത്സാഹത്തോടു കൂടി വലിയ ഗർവോട് കൂടിയിട്ടാണ് ഈ അമ്മച്ചി ആ സമയത്തൊക്കെ യാത്ര ചെയ്യുന്നത്. വലിയ മഹാമനസ്കതയോ അല്ലെങ്കിൽ വലിയ മാനുഷിക പരിഗണനയൊന്നും കാണിക്കുന്ന രീതിയിലുള്ള ഒരു സ്ത്രീയല്ല ശോശാമ്മ എന്ന് പറഞ്ഞ ഈ അമ്മച്ചി. കാരണം അമ്മച്ചിയുടെ മറ്റു മക്കളോട് ഞാൻ പറഞ്ഞു, മക്കളെ എല്ലാം വേർതിരിവോട് കാണുന്ന എല്ലാ അമ്മമാരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ചില അമ്മമാർക്ക് അങ്ങനെയാണ്. അവർക്ക് പൈസയുള്ള മക്കൾ, ജോലിയുള്ള മക്കൾ, അങ്ങനെയുള്ള ചില പ്രത്യേകതകളുള്ള ആ മക്കളോട് കൂടുതലായിട്ട് പ്രത്യേകതകളും അവരോട് പ്രത്യേകമായിട്ടൊരു ഇഷ്ടവും വാത്സല്യവും ഒക്കെ മാതാപിതാക്കൾക്ക് ഉണ്ടാവുക സാധാരണമാണ് നമ്മളുടെ സമൂഹത്തിൽ. അങ്ങനെ ഒരു പ്രാവശ്യം നമ്മുടെ ഷാജി അമേരിക്കയിൽ നിന്ന് വന്ന ഈ സമയത്ത് റീസെൻ്റ്ലി അല്ല, ഒരു 1.5 വർഷമാകുന്നു ആ സമയത്ത് വന്നപ്പോൾ ഇപ്രാവശ്യം അമേരിക്കയിലേക്ക് ഞാൻ 3 മാസം കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ ഞാൻ അമ്മച്ചീനെ ഇവിടെ നിർത്തുന്നില്ല, അമ്മച്ചിയും കൂടെ ഞാൻ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയാണ്, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് ഷാജി വന്നിട്ട് പറഞ്ഞു, ഞാൻ 3 മാസം കഴിയുമ്പോൾ വീണ്ടും വന്നിട്ട് അമ്മച്ചീനെ, ഞാൻ തന്നെയാണ് വരുന്നത്, അമ്മച്ചീനെ ഞാൻ അമേരിക്കയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതിനുള്ള അമ്മച്ചിക്ക് പാസ്പോർട്ട് വേണം, മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്, വീടിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ ആയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ട് ആ തവണ വന്ന് അമ്മയെ ഷാജി പ്രലോഭിപ്പിച്ച് അമ്മയുടെ പാസ്പോർട്ടൊക്കെ എടുത്തു. അമ്മയെ ആകാശമുട്ട കൊണ്ടുപോയി, ശോശാമ്മ വർഗീസിനെ ആകാശമുട്ട കൊണ്ടുപോയി. ശോശാമ്മ വർഗീസിന് ഇത്ര മുതൽ സന്തോഷമൊന്നുമില്ല, താനിനി അമേരിക്കയിലേക്ക് പോവുകയാണ്, ഈ നക്ഷത്രം നമ്മുടെ നാട്ടിലേക്ക് പത്തനാപുരത്തേക്ക് ഞാൻ ഇനി വരുന്നേയില്ല, ഇനി എൻ്റെ മോൻ്റെ കൂടെ ഷാജി കുഞ്ഞിൻ്റെ കൂടെ ഞാൻ അമേരിക്കയിലാണ്, അവൻ്റെ പിള്ളേരും ഭാര്യയായിട്ട് ഞാൻ ഇനി അമേരിക്കക്കാരിയായിട്ട് അമേരിക്കയിലാണ് കഴിയാൻ പോവുക എന്ന് പറഞ്ഞ് പള്ളിയിലും മറ്റുള്ള ഇടവകാംഗങ്ങളുടെ അടുത്തും മറ്റുള്ള എല്ലാവരോടും പറഞ്ഞ് വലിയ സന്തോഷത്തോടു കൂടിയായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു സംഗതി നടന്നു, അമ്മ അമേരിക്കയിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ അമ്മയുടെ പേരിൽ ഈ 1 ഏക്കർ സ്ഥലവും ഈ വലിയ വീടുമുണ്ട്. അപ്പം ഷാജി പറഞ്ഞു, അമ്മച്ചി ഈ വീടും സ്ഥലമൊക്കെ ഇങ്ങനെ അമ്മയുടെ പേരിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കാര്യമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെല്ലാം വിറ്റ് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് പിടിച്ച പിടിയാൽ അമ്മച്ചീനെ ആ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് നമ്മുടെ ഷാജി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 1 ഏക്കർ സ്ഥലവും വീടുമൊക്കെ സ്വന്തം പേരിലേക്ക്, അമ്മയുടെ പേരിൽ നിന്ന് സ്വന്തം പേരിലേക്ക് മാറ്റി എഴുതി വാങ്ങിച്ചെല്ലാം സുരക്ഷിതമാക്കി. ഓർക്കണം, മക്കൾ ബാക്കി വേറെ 4 മക്കളുമുണ്ട്. അമ്മച്ചിയുടെ സ്വന്തം പേരിലുള്ള സ്ഥലമാണ്, അമ്മച്ചി കിട്ടിയ സ്ഥലം അമ്മച്ചിയുടെ മാത്രമായുള്ള സ്വത്താണത്. അത് ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം അനുസരിച്ചിട്ട് അതിന് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ള അതിന് നിയമവശങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ അമ്മച്ചി മറ്റു 4 മക്കൾക്കും ഒരു തുണ്ട് ഭൂമി പോലും കൊടുത്തിട്ടില്ല. കാരണം അവർക്ക് കെട്ടിച്ചു വിട്ടപ്പോൾ അവർക്കെല്ലാം കൊടുത്തു, അവരുടെ അപ്പൻ്റെ സ്വത്തുണ്ടായിരുന്നൊക്കെ വീതം വെച്ച് ഭാഗം വെച്ച് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുകയും ചെയ്തു. ഇത് അമ്മച്ചി ശോശാമ്മ വർഗീസിൻ്റെ മാത്രമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ശോശാമ്മ വർഗീസിൻ്റെ സ്ഥലം ശോശാമ്മ വർഗീസിന് ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാം. അപ്പോൾ ശോശാമ്മ വർഗീസിന് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു ഇളയ മകനാണ്. അപ്പോൾ ഇളയ മകൻ ഒബ്വിയസ്ലി ഇളയ മകന് സ്ഥലവും വീടൊക്കെ ഇളയ മകൻ തന്നെ വെച്ചതാണ്. അത് നമ്മൾ വിസ്മരിച്ചുകൂടാ. 1.5 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലം നല്ല റോഡ് സൈഡിലുള്ള കണ്ണായ സ്ഥലമാണ്, റബ്ബറും ഒക്കെയാണ്. പിന്നെ കുറച്ച് ഭാഗത്ത് പൈനാപ്പിളൊക്കെ വെച്ചിട്ടുണ്ട്. ആ സ്ഥലമൊക്കെ എഴുതി കൊടുത്ത് അമ്മ സന്തോഷത്തോടെ അമേരിക്കയിൽ പോകാനുള്ള ദിവസങ്ങളുമായിട്ട് എണ്ണി കാത്തിരിക്കുകയാണ്. വീട്ടുകാരോടും നാട്ടുകാരോടും ബന്ധുക്കാരോടും മറ്റുള്ള മക്കളോടൊക്കെ അമ്മച്ചി പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഉള്ളതൊക്കെ ബാക്കിയുള്ള പഴയ തുണിയോ അതോ ഇതോ മറ്റും ഉള്ളതൊക്കെ നോക്കി മക്കൾക്ക് അവർക്ക് ഇവർക്കൊക്കെ കൊടുത്ത് പാത്രങ്ങൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ അമ്മ കൊടുക്കാവുന്നതൊക്കെ വീതിച്ചൊക്കെ മക്കൾക്കോ പെമ്മക്കൾക്കും പിന്നെ മരുമോൾക്കും, മൂത്ത മരുമോളുണ്ടല്ലോ ജോയിയുടെ ഭാര്യ, അവർക്കൊക്കെ കൊടുത്ത് എല്ലാം സ്വസ്ഥയായി. 3 മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷാജി അമേരിക്കയിൽ നിന്ന് വന്നു. അമ്മയും കൊണ്ട് മറ്റുള്ള വീടുകളിലേക്ക് അവിടെ ഇവിടെ പോയി. അമ്മ എല്ലാവരോടും പോയിട്ട് അമേരിക്കൻ അമ്മായിയുടെ അതേ ഗമയിലും അതേ പത്രാസിൽ ആ വലിയ കാറിൽ പോയിട്ട് എല്ലാവരോടും നല്ല ഇതോടുകൂടി പറഞ്ഞ് ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ്. ഇനി അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കിപ്പം 65 വയസ്സായി, അമ്മച്ചിക്ക് 66 വയസ്സ് കഴിഞ്ഞു. ഇനി അവിടെ നിന്ന് ഒരു തിരിച്ചുവരവൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാനിനിയിപ്പോൾ അവിടെ തന്നെയാണ്, നമ്മുടെ ഈ മണ്ണൊക്കെ വിട്ട് ഇനി പോകാൻ. ഇവിടെ എന്തോന്നിരുന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ പത്തനാപുരംകാരൊക്കെ സംസാരിക്കുന്ന ആ ഒരു പ്രത്യേക രീതിയില്ല. എന്തോന്നും കാണാൻ ഇനി എന്തോന്നിനും ഞാൻ ഇങ്ങോട്ട് വരുന്നത്. മോനും പിന്നെ ഷായിക്കുഞ്ഞും പിന്നെ പെമ്പറന്നൂത്തിയും പിള്ളേരും ഒക്കെ അവിടെ ഉണ്ടല്ലോ, അത് മതി. ഇവിടെ വന്നിട്ട് ഈ പട്ടിണിപ്പാവങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്നാ കാണിക്കാനെന്നുള്ള ഒരു പുജ്ഞം ആ രീതിയിലേക്ക് ഉള്ള കാര്യം തുറന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഈ ഷാജി കുഞ്ഞ് അമ്മയുമായിട്ട് യാത്രയെല്ലാം പറഞ്ഞ് എല്ലാവരുമായിട്ട് നേരെ അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. ആദ്യം വന്ന് എല്ലാം എഴുതി വാങ്ങി, രണ്ടാമത് 3 മാസം കഴിഞ്ഞ ശേഷം വന്നിട്ടാണ് പോയത്. ഷാജിക്കുഞ്ഞ് അമ്മച്ചിയെ കൊണ്ടുപോയത് അമേരിക്കയിലേക്കല്ലായിരുന്നു കേട്ടോ. അതിന് നാട്ടിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് അവർ പിന്നെ ഫ്ലൈറ്റ് കയറിയിട്ട് നമ്മുടെ മുംബൈയിൽ വരെ ഫ്ലൈറ്റിലാണ് പോയത്. മുംബൈ പോയി ഫ്ലൈറ്റിൽ ഇറങ്ങി. അപ്പോൾ അമ്മയോട് പറഞ്ഞു, നമുക്ക് മുംബൈ പോയിട്ട് അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പെട്ടിയൊക്കെ ആയിട്ട് പോയി നമ്മുടെ
ന്യൂ ബോംബെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴത്തേനും വാശിയാണ് ന്യൂ ബോംബെ, ബാലാപൂറൊക്കെ കഴിഞ്ഞിട്ട് വാശി കഴിഞ്ഞിട്ട് മാൻകൂട് കഴിഞ്ഞിട്ട് ചെമ്പൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ ചെമ്പൂരിൽ ഇറങ്ങിയിട്ട് ചെമ്പൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത തിലക് നഗർ, ദെൻ കുർളയാണ്. പിന്നെ ആ ചെമ്പൂരിനും കുർളയ്ക്കും ഇടയ്ക്ക് ഒരു മിഷണറിമാർ നടത്തുന്ന ഒരു ക്രിസ്തീയ സമുദായം നടത്തുന്ന ഒരു വലിയ മതിലുകളൊക്കെ ഉള്ള വലിയൊരു ഓർഫണേജ് ഉണ്ട്. ഓർഫണേജ് എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. അവിടെ താമസിക്കുന്ന അന്തേവാസികളിൽ 99% പേരും അമേരിക്കയിലോ അല്ലെങ്കിൽ കാനഡയിലോ UK ഓസ്ട്രേലിയയിലോ ഒക്കെ ഉള്ള വലിയ പണക്കാരായ മക്കളുടെ അമ്മമാരോ അപ്പന്മാരോ ആണ് അവിടെ താമസിക്കുന്നത്. ആ മതിൽക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ സംവിധാനങ്ങളും അവർക്ക് ഒരുക്കിയിട്ടുണ്ട്. ഈ 65-70 വയസ്സുള്ള ആൾക്കാർ ആ മതിൽക്കെട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ആ മതിൽക്കെട്ടിൽ നിന്ന് അവർക്ക് ഒരിക്കലും പുറത്തേക്ക് വരുന്നൊരു പതിവില്ല. അവിടെ ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. കാരണം ഇവരെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്നെ കാണിക്കാൻ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും കഴിഞ്ഞുപോയ ആളുകളാണ്. ആ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും കഴിഞ്ഞുപോയ ആളുകളെ പിന്നീട് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമില്ല. അവരുടെ മുറിയിൽ ഇവർ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച അസുഖമുണ്ടവർ അവർ ശുശ്രൂഷിക്കും. പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവനവൻ്റെ ഏതാണോ സഭ അല്ലെങ്കിൽ ഏതാണോ വിശ്വാസം ആ വിശ്വാസം അനുസരിച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ കഴിയുക. മരിച്ചു പോകുമ്പോൾ മക്കളെ വിവരം അറിയിക്കും. മക്കൾ വന്നെങ്കിൽ വന്നു, വന്നില്ലെങ്കിൽ വന്നില്ല. ബാക്കിയുള്ള സംവിധാനങ്ങൾ അതിനുള്ള പണം കൊടുത്താൽ മതി. അത് അവരടക്കം ശുശ്രൂഷയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. മിക്കവാറുമുള്ള ആളുകൾ നാട്ടിൽ നിന്ന് അകന്നു കഴിയുന്ന അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അവിടെ ഈ സ്ഥിരതാമസക്കാരായിട്ടുള്ളത്. അങ്ങനെ ഗർവും പത്രോസും കൂടി വന്നിട്ടുള്ള എല്ലാ സംഗതികളുമായിട്ട് അമേരിക്കയിലേക്ക് പോയിട്ട് ഇച്ഛിച്ച് കൊതിച്ച് സകല വലിയ ആശകളോട് വന്നിട്ടുള്ള നമ്മുടെ ശോശാമാമേനെ ആ ചെമ്പൂരിനും കുർളയ്ക്കും ഇടയ്ക്കുള്ള ആ വലിയ ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മക്കളൊക്കെ അമേരിക്കക്കാരൊക്കെ ഉള്ള മക്കളുടെ അപ്പനമ്മമാരെങ്ങനെയാണ് തീർത്തും പട്ടിണി പരിവട്ടമായിട്ടുള്ള സ്ഥലത്തൊന്നും വിടാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ അവരുടേതായുള്ള രീതിയിൽ അവിടെ ആ മതിൽക്കെട്ടിനകത്ത് ആ തടവറയ്ക്ക് അതൊരു വലിയ തടവറയാണത്. തടവറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധാരണ വൃത്തമന്ദിരത്തിലേക്കൊക്കെ പോകുന്ന വൃത്തങ്ങൾക്ക് സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തുള്ള നമ്മുടെ കേരളത്തിലൊക്കെയുള്ള ഓൾഡ് ഏജ് ഹോമിന് പ്രത്യേകതയുണ്ട്. പരസ്പരം സുഖാന്വേഷണങ്ങൾ നടത്തുക, പരസ്പരം സങ്കടങ്ങൾ പങ്കുവയ്ക്കാം, പരസ്പരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താ ചെയ്യുക, ആ ഒരു ഇൻറ്റിമസി ഉണ്ട്. പക്ഷേ അവിടെ അങ്ങനെയല്ല. മുംബൈയിലും ഡൽഹിയിലുമൊക്കെ ഉള്ള 1-2 എനിക്കിതുപോലെയുള്ള കേന്ദ്രങ്ങൾ അറിയാം. അവിടെ ഒരാൾക്ക് മറ്റൊരാളോട് സംസാരിക്കാൻ പോലും സാധിക്കത്തില്ല. അത് വിലക്കാണ്. കാരണം അങ്ങനെ ഒരു ചില സീക്രട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ. ഒരു അന്തേവാസിക്ക് മറ്റൊരു അന്തേവാസിനെ കാണുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. കൂട്ടായിട്ടുള്ള പ്രാർത്ഥനയൊന്നുമില്ല. ഭക്ഷണമൊക്കെ റൂമിലെത്തിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റൂമിലിരുന്ന് പ്രാർത്ഥിച്ചോണം. ചിലർക്ക് TV മറ്റു സംവിധാനങ്ങളും മേശയുമൊക്കെ വെച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അത് അവരവരുടെ കേപ്പബിലിറ്റി എന്താണ്, അവരവരുടെ കപ്പാസിറ്റി എന്താണ്, മക്കളുടെ കപ്പാസിറ്റി എന്താണോ അതനുസരിച്ചിട്ടാണ് അവിടെ മാതാപിതാക്കൾ അങ്ങനെ കഴിയുന്നത്. അവിടെ ചിലർ അങ്ങനെ അസുഖങ്ങൾ വരും, ചിലർ നന്നായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെയാണ് അവർ ചികിത്സിക്കും. അല്ലെങ്കിൽ അവിടെ ആ റൂമിൽ എല്ലാ സംവിധാനങ്ങളുമായിട്ട് അവിടെ കിടത്തും. അവിടെ മുക്കിക്കൂടെ വായിക്കൂടെയൊക്കെ ട്യൂബൊക്കെ ഇട്ട് അവിടെ കിടക്കും. ചത്തുപോകും. മക്കളെ അറിയിച്ചാൽ അറിയിച്ചു, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതാണ് അവിടുത്തെ ഇത്. ഒരു തടവറയിലേക്കുണ്ടാകും. അതുപോലെയുള്ള നമ്മുടെ മുംബൈയിലുള്ള നമ്മുടെ ന്യൂ മുംബൈയിലെ ആ തടവറയിൽ കൊണ്ട് നമ്മുടെ ശോശാമച്ചിനെ കൊണ്ട് അവിടെ ആക്കിയിട്ട് നമ്മുടെ ഷാജി കുഞ്ഞ് കയ്യും പൊടിയും തട്ടിയിട്ട് അമേരിക്കയിൽ പോയിട്ട് ഇപ്പോൾ 1.5 വർഷത്തിൽ കൂടുതലൊക്കെയായി. ശോശാമച്ചി മരിച്ചിട്ടൊന്നുമില്ല, അവിടെ തന്നെയുണ്ട്. ഇപ്പോഴത്തെ പുള്ളിക്കാരൻ്റെ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് വന്നിട്ട് തൻ്റെ ജോയിനെ കാണണം. മറ്റുള്ള മക്കളുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. അവരെയൊക്കെ കാണണം, അവരുടെ അടുത്തേക്കൊക്കെ വരണമെന്നുള്ള ആഗ്രഹം അമ്മയ്ക്ക് അതിയേ ആഗ്രഹമുണ്ട്. പക്ഷേ സാധിക്കത്തില്ല. എങ്ങനെ സാധിക്കാനാണ്? ഇനി ആ തടവറയിൽ നിന്നൊരു മടക്കി വരവ് ഒരിക്കലുമില്ല. ടിൽ ഡെത്ത് വരെയാണ് അമ്മച്ചിക്ക് അവിടെയുള്ള താമസം. പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ. അമ്മച്ചിയുടെ നാട്ടിലുള്ള മക്കൾ അമ്മച്ചിയെ രക്ഷപ്പെടുത്തുവാനായിട്ട് അതിനുള്ള നിയമവഴികൾ അവർക്ക് മനസ്സിലാക്കണം. അമ്മച്ചി അമേരിക്കയിലല്ല പോയിരിക്കുന്നത്, ഓൾഡ് ഏജ് ഹോമിലാണ് പോയിരിക്കുന്നത്. അത് മുംബൈയിലാണ്. അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് മറ്റുള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കണം. രക്ഷപ്പെടുത്തി കൊണ്ടുവന്നാൽ മാത്രം പോരല്ലോ, രക്ഷപ്പെടുത്തിയിട്ട് പിന്നെ മരണം വരെ അവരവരെ സംരക്ഷിക്കുകയും ചെയ്യണം. ഇത്രമാത്രം പുച്ഛിച്ച് ഇത്രമാത്രം തള്ളിപ്പറഞ്ഞ് ഉള്ളതെല്ലാം ഇളയ മകനും എഴുതി കൊടുത്തിട്ട് ഇളയ മകൻ അത് തൻ്റെ ഭാര്യയ്ക്കും മക്കളുടെയും പേരിലേക്ക് അമേരിക്കയിൽ മറ്റു കാര്യങ്ങളിലോ അല്ലെങ്കിൽ നാട്ടിൽ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നിക്ഷേപിച്ച് അത് എവിടെ നിന്ന് മടങ്ങി കിട്ടാൻ അതൊന്നും ഒരിക്കലും മടക്കി കിട്ടാനായിട്ട് പോകുന്നില്ല. അപ്പോൾ എല്ലാം ഇളയ കുഞ്ഞിന് കൊടുത്തിട്ട് പോയ അമ്മേനെ ഏത് മകൻ കൊണ്ടുവരാനാണ്, ഏത് മകൾ കൊണ്ടുവന്ന് സംരക്ഷിക്കാനാണ്. അപ്പോൾ അത് അപ്രാപ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് അവരെ ആരും മടക്കി തിരിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നില്ല. അത് തന്നെയുമല്ല,
അവർ മിക്കവാറുമുള്ള 99% ആളുകളുടെയും ഇതെന്താണ്, അമ്മച്ചി അമേരിക്കയിലാണ്, അല്ലെ അമ്മ അമേരിക്കയിലാണ്, ഇളയവൻ്റെ പേരിലാണ്, ഇളയവൻ്റെ കൂടെയാണ്, അങ്ങനെയുള്ള സ്ഥിതിവിശേഷത്തിലാണ് അവർ കഴിയുന്നത്. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ കണക്ഷനൊന്നുമില്ല, വല്ലപ്പോഴും വിളിച്ചു പ്രായമായ അമ്മയൊക്കെ എന്നെ വിളിക്കാൻ അവിടെയാണെന്നുള്ള ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഇപ്പോഴും ജോയിക്കോ അല്ലെങ്കിൽ മറ്റുള്ള സഹോദരങ്ങൾക്കൊക്കെ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. അമ്മച്ചി അമേരിക്കയിലല്ല, അമ്മച്ചി ന്യൂ ബോംബെയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ചെമ്പൂരിലുള്ള ആ വലിയ തടവറ പോലെയുള്ള വലിയ ആ ഒരു വൃദ്ധാശ്രമത്തിലാണ് എന്നുള്ള കാര്യം അറിയുകയില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിലുള്ള ധാരാളം അമേരിക്കക്കാരുടെ, കാനഡയിലുള്ള, ഓസ്ട്രേലിയയിലുള്ള, ജർമ്മനിയിലുള്ള ധാരാളം ആളുകളുടെ മാതാപിതാക്കൾ ഇങ്ങനെ സുഭിക്ഷമായിട്ട് സുഖമായിട്ട് എല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ട് ഇത്തരത്തിലുള്ള തടവറകളിൽ കഴിയുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഈ വൃദ്ധമന്ദിരങ്ങളെ തടവറകൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, തടവറയിൽ എന്താണ്, നമ്മൾ ഈ ഒരു സൗകര്യവും ഇല്ലാതെ കിളിക്കൂട്ടിൽ അടച്ച പോലെ ഇങ്ങനെ കഴിയുകയല്ലേ. അതിനെക്കുറിച്ചൊരു നമുക്ക് എന്തൊക്കെ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്നുള്ള കാര്യം നമുക്ക് വളരെയേറെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ സ്വർണം കൊണ്ടുണ്ടാക്കിയ മതിലും ഭിത്തിയും 4 നേരം വലിയ വലിയ മൃഷ്ടാന്ന ഭോജനം ലഭിച്ചു എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും തടവറ എന്നും തടവറ തന്നെയാണ്. തൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെ കാണുവാനായിട്ട്, തൻ്റെ മക്കളെ കാണുവാനായിട്ട്, തൻ്റെ കൊച്ചുമക്കളെ കാണുവാനായിട്ട്, തൻ്റെ അയൽക്കാരെ കാണുവാനായിട്ട്, തനിക്ക് മറ്റുള്ളവരോട് ഹൃദയം തുറന്ന് സംസാരിക്കുവാനായിട്ട് ഒന്നും സാധിക്കത്തില്ല. സാധിക്കുന്നത് എന്താണ്? ഹൃദയം തുറന്ന് ആ മുറിക്കുള്ളിലിരുന്ന് പൊട്ടിക്കരയാം, മുട്ടിപ്പോയി ധാരാളം സമയം ഇരുന്ന് ദൈവത്തോടിരുന്നിട്ട് നമുക്ക് അപേക്ഷിക്കാം, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. ആ ഒരു സംഗതി മാത്രമാണ് അവിടെ പ്രാപ്യമായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാനസികമായ അസ്വസ്ഥതകൾ വരും, ശാരീരികമായ അസ്വസ്ഥതകൾ വരും, അസുഖങ്ങളൊക്കെ ഘോഷയാത്രയായിട്ട് വിരുന്ന് വരും, വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയും ചെയ്യും. കാരണം ഏകാന്തതയും തടവറയും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരെ പോലെ അത്ര വലിയ ദീർഘായുസ്സൊന്നും ലഭിക്കത്തില്ല, വേഗം തന്നെ മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ശോശാമ വർഗീസിൻ്റെ കഥ ഞാൻ പറഞ്ഞത്, നമ്മളെ ഇത്തരത്തിലുള്ള ധാരാളം ശോശാമ്മമാർ, ധാരാളം അമ്മമാർ ഇത്തരത്തിലുള്ള മുന്തിയ വൃദ്ധാശ്രമങ്ങളിൽ ധാരാളം പല സ്ഥലങ്ങളിലും കഴിയുന്നുണ്ട്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അമ്മച്ചിമാരെ മക്കൾ പ്രലോഭിപ്പിച്ചിട്ട് സകല സംഗതിക്ക് സ്വത്തുക്കളൊക്കെ അവരുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ച് പുറത്തേക്ക് പോകുമ്പോൾ ഒന്ന് എന്താ പറയുക, അലേർട്ടായിരിക്കുന്നത് നല്ലതാണ്. എല്ലാ മക്കളും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്. പുറത്തേക്ക് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ അതൊക്കെ ഒരു പരിധി വരെ പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യാനാണ്, എങ്ങനെയാണ് മറ്റുള്ള മക്കൾ അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെയാണ് അറിയുന്നത്? അത് വിസയൊക്കെ ഈവൻ അതിനുവേണ്ടി വിസ വരെ സ്റ്റാമ്പ് ചെയ്ത് കൊണ്ടുവരുന്ന മക്കളും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള മക്കൾ വരെ ഉണ്ട്. എന്നിട്ട് കൂടി അവിടേക്കൊന്നും കൊണ്ടുപോകാതെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ട് തള്ളുന്ന പ്രവണത ഇന്നത്തെ കാലത്ത് ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് പ്രായമായ അമ്മമാരും അച്ഛന്മാരും ഒക്കെ പുറത്തേക്ക് പോകാനായിട്ടൊന്ന് ഈ 70-ന് ശേഷമൊക്കെ പോകുന്നതിന് ഞാൻ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം നമ്മുടെ മണ്ണ്, നമ്മുടെ സർക്കംസ്റ്റൻസസ്, നമ്മുടെ പള്ളി അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ അയൽക്കാർ, നമ്മളെന്താണോ നമ്മളായിട്ട് നമുക്ക് മണ്ണിലേക്ക് മടങ്ങാനുള്ള അവസരം ഉള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ട്രാവൽസിൻ്റെ സത്യം തേടിയുള്ള ഇന്നത്തെ ഈ ശോശാമച്ചിയുടെ കഥ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും സത്യത്തിൻ്റെ ഒരു നേർക്കാഴ്ചയുമായിട്ട് ഞാൻ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. ഏവരും സുഖമായി സന്തോഷമായി ഇരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു കാര്യം ഞാൻ ഉറപ്പിക്കുകയാണ്, സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും കമൻസും ഒന്നും ഞാനിപ്പോൾ പറയാറില്ല, അതൊക്കെ നൽകും എന്നുള്ള ഞാൻ പ്രത്യാശയോടുകൂടി തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.